ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാ സ്ഥലത്തും നല്ല മഴയാണല്ലേ. അതുകൊണ്ട് തന്നെ പ്ലാന്റുകൾക്കൊക്കെ വാട്ടറിങ് ചെയ്യാൻ നമുക്ക് കുറച്ചൊരു മടി ഉണ്ടാവും. പക്ഷെ ശ്രദ്ധിക്കണം, ചില പ്ലാന്റുകൾക്ക് ഇത് കണ്ടോ, നമ്മുടെ ഫിറ്റ് മോൾ നല്ല സെറ്റായി നിന്നതായിരുന്നു, നന ഒരു കുറച്ച് കുറഞ്ഞപ്പോൾ അതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പുതിയ പ്ലാന്റുകളെ ചെയ്യുന്ന സമയത്ത് ഒരു ബോൺ ബേബി പോലെ തന്നെയാണ്, അവർക്ക് കുറച്ച് ഫുഡ് മതി. അതേസമയം ഇതിന് ഒരുപാട് ലീഫ് കൂടുതല, തിക്കായി നിൽക്കുകയല്ലേ. അപ്പോൾ ഇവർക്ക് ഫുഡ് ഒരുപാട് വേണം. വലിയ മനുഷ്യർക്ക് ഫുഡ് കൂടുതൽ വേണ്ട പോലെ തന്നെ ഇവർക്കും ഫുഡ് വേണം. ഫുഡിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ടറിങ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടറിങ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ, അതായത് ബോൺ ബേബി ചെറിയ കുട്ടികൾക്ക് പ്രശ്നമില്ല, കുറച്ച് വലുതായ ഇതേപോലെയുള്ള നമ്മുടെ ഫിറ്റ്മോളെ പോലുള്ള പ്ലാന്റുകൾ, സെറ്റായി നിൽക്കുന്ന പ്ലാന്റുകൾക്ക് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇതൊരു ഉദാഹരണം ഈ ഫിറ്റോണിയ മാത്രം പറഞ്ഞേ ഉള്ളൂ, എല്ലാ പ്ലാന്റുകളും അതുപോലെ തന്നെയാണ്. അപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു ഈ പ്ലാന്റ് പോകുമോ എന്നുള്ളത്. കുറേ നമ്മളിപ്പോൾ അതേപോലെ ഇങ്ങനെ ഒരു പ്ലാന്റ് കംപ്ലൈൻറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഒറ്റ പ്രാവശ്യം വെള്ളം ഒഴിച്ച് അങ്ങനെ നിർത്തരുത്. നമ്മളൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ട്രിപ്പ് തരുന്നില്ലേ, അതുപോലെ തന്നെ 2-3 പ്രാവശ്യമായിട്ട് വെള്ളം വാട്ടറിങ് കുറേശ്ശെ കൊടുത്തു കഴിയുമ്പോൾ അവരിങ്ങനെ പതുക്കെ ഡെവലപ്പായി വരും. ഇപ്പോൾ കാണുമ്പോൾ എന്താണ് വലിയ മാറ്റം തോന്നിയല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം ഒന്നും കൂടെ കണ്ടാൽ മതി. അപ്പം മനസ്സിലാവും ഇപ്പം നിൽക്കുന്ന പ്ലാന്റും നേരത്തെ നമുക്കുണ്ടായിരുന്ന പ്ലാന്റും എങ്ങനെയാണ്. ഇപ്പോൾ കാണുമ്പോൾ 1 മിനിറ്റ് 30 സെക്കൻഡൊക്കെ ഉള്ളെങ്കിൽ പോലും കുറേ നേരം നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതേപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെ ശ്രദ്ധിക്കുക. അതേപോലെ തിക്കായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഈ മഴക്കാലമാകുമ്പോൾ. കാരണം നമ്മൾ തണുപ്പുണ്ടല്ലോ എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ നനയ്ക്കൽ കുറയും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടിപ്പ്. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.